അവാർഡ് നിർണയത്തിന്റെ തലേ ദിവസം, അതെ, കൃത്യമായിട്ട് തലേ ദിവസം അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ പുറത്താവുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു ഇതും കിട്ടിയിട്ടില്ല. ഈ നിമിഷം വരെ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പും ആ കാര്യത്തിൽ ലഭിച്ചിട്ടുമില്ല. ആ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കി എന്നുള്ളത് മറ്റൊരു കാരണവും കാണുന്നില്ല. അപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് അങ്ങനെയാണ്. അതിന്റെ അറിയിപ്പ് പോലും തന്നില്ല. അപ്പോൾ ഈ പുറത്താക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റി അതൊക്കെ ഗവൺമെന്റിന്റെ വിവേചന അധികാരമാണ്. അതിനകത്തൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല. പക്ഷേ നമ്മളൊരു സ്ഥാനത്ത് കുറച്ചു കാലമായിട്ട് പ്രവർത്തിക്കുന്നു. അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ ഈ കൂടെ പ്രവർത്തിച്ച കുറെ സഹപ്രവർത്തകരുണ്ട്. വളരെ ആത്മാർത്ഥതയോടുകൂടി എന്നോടൊപ്പം നിന്ന് അവരോടൊരു നന്ദി പറയാനുള്ള അവസരം പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് എന്റെ വിഷമം. സച്ചിദാനന്ദൻ മാഷ് എനിക്ക് വളരെ ആദരണീയനായിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് മാഷ്. അദ്ദേഹമായിട്ട് താരതമ്യിച്ച് ഞാനൊന്നുമല്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാംസ്കാരിക സ്ഥാപനങ്ങളാണ്, ഒന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും മറ്റൊന്ന് സംസ്ഥാന സാഹിത്യ അക്കാദമിയും. ഈ രണ്ടിന്റെയും ചെയർമാൻ സ്ഥാനത്ത് എന്നുള്ള ആ ഒരു താരതമ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരാളോട് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിന്റെ പേരിൽ ഇങ്ങനെ ഒരു ഇത് കാണിക്കുകയും മറ്റൊരാൾ, അപ്പോൾ എനിക്ക് തോന്നി ആ മാഷിന് എന്തോ ഒരു വലിയ അത്ഭുതസിദ്ധി, ഒരുപക്ഷെ എനിക്കില്ലാത്ത എന്തോ വലിയ അത്ഭുതസിദ്ധി, അമാനുഷികമായ സിദ്ധി അദ്ദേഹത്തിനുണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ്. അങ്ങനെ ഒരു, അതായത് ഒരു ആശാസമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ പരിശോധിക്കാം എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആശാസമരത്തിൽ പങ്കെടുത്തതല്ല അല്ലെങ്കിൽ നിലമ്പൂർ പോവാത്തതോ ഒന്നുമല്ല എന്നാണ് സജി ചെറിയാൻ വിശദീകരിച്ചത്. എന്താണ് ഇതിന്റെ ഒരു കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്? സ്വാഭാവിക നടപടിയാണ്. ഈ ഒരു ഭരണസമിതിയുടെ കാലാവധി കഴിയുമ്പോൾ അടുത്ത ഭരണസമിതി വരുന്നത് സ്വാഭാവികമാണ്. കേരളത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ വേറെയും കുറെ അക്കാദമികളുണ്ട്. അതിലേതൊക്കെ അക്കാദമികളിലാണ് സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ട് കാലാവധി കഴിഞ്ഞ ഉടനെ ചെയർമാൻമാരെ മാറ്റിയിട്ടുള്ളത്? അത് നിങ്ങൾ ചോദിക്കണ്ടേ? ചലച്ചിത്ര അക്കാദമിയിൽ മാത്രമാണോ ഈ ഒരു സ്വാഭാവിക നടപടി? സംഗീത അക്കാദമിയുടെ കഴിഞ്ഞിട്ടിപ്പോ എത്രയായി? സാഹിത്യ അക്കാദമിയുടെ കഴിഞ്ഞിട്ട് എത്രയായി? മറ്റിതര അക്കാദമികളിൽ ഇതര സാംസ്കാരിക സ്ഥാപനങ്ങൾ അവിടെയൊക്കെ ഇതേപടി തുടരുമ്പോ ഭാരത് ഭവൻ ഇപ്പൊ എത്ര കാലമായി തുടരുന്നു? അപ്പൊ അവിടെയൊക്കെ ഒരു വലിയ മാറ്റം വന്നോ? സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആദ്യം മുതൽ കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ ആ ഒരു 1-ാം തീയതി പ്രഖ്യാപിക്കാനിരിക്കുന്നു. തലേ ദിവസം അറിയുന്നു ചുമതലയിൽ നിന്ന് പ്രേംകുമാറിനെ മാറ്റി. എന്നിട്ട് ഈ 1-ാം തീയതി എന്നുള്ള ഡേറ്റ് മാറ്റിയിട്ട് 3-ാം തീയതിയിലേക്ക് തൃശ്ശൂരിലേക്ക് അത് മാറ്റുന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ അത്? തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കാനിരുന്നത് മാറ്റി. അപ്പോൾ ഇതൊക്കെ ഒരു സ്വാഭാവികമായ നടപടി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മറ്റെല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളിലും ചില പുനഃസംഘടനകളൊക്കെ ഉണ്ടോയോ എന്നെനിക്കറിയില്ല. പക്ഷെ ചെയർമാൻ സ്ഥാനത്ത് തൊട്ടുമുമ്പ് അക്കാദമിയിൽ തന്നെ ഇരുന്ന എനിക്ക് തൊട്ടുമുമ്പിരുന്നല്ല, അതിനൊക്കെ മുമ്പിരുന്നത് എത്രയാണ് അവരുടെയൊക്കെ ഒരു കാലാവധിയായിരുന്നു നിങ്ങൾ തിരക്കണ്ടേ? വൈസ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് ഒരു 2.5 വർഷത്തോളം കഴിഞ്ഞു. അപ്പോ വേണമെങ്കിൽ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞ് തന്നെ മാറ്റാമായിരുന്നല്ലോ ആ കാലാവധി പൂർത്തിയാക്കിയപ്പോ. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അത് ശ്രീമാൻ രഞ്ജിത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്,